ഗംഭീര സിനിമകളാണ് 2024 എന്ന വർഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സിനിമകളും തിയേറ്ററിലെത്തി, പല ഗംഭീര സിനിമകളും ഇനി തിയേറ്ററിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചിത്രങ്ങളിലൊക്കെ നടന്മാരുടെ അഭിനയത്തെക്കുറിച്ച് വാതോരാതെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അടുത്തിടെ നമ്മളെ ഞെട്ടിച്ചത് മലക്കോട്ടെ വാലിബനിലെ മോഹൻലാലും പ്രേമയുഗത്തിലെ മമ്മൂട്ടിയും തന്നെയാണ്. ചിത്രങ്ങൾക്ക് വിജയവും പരാജയവും ഒക്കെ സംഭവിച്ചെങ്കിലും ഇവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ വലിയ രീതിയിൽ പ്രശംസ ഏറ്റുവാങ്ങി. മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബനും മമ്മൂട്ടിയുടെ പ്രേമയുഗവും, ഈ രണ്ട് ചിത്രത്തിലെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രകടനം കേരള സ്റ്റേറ്റ് അവാർഡിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു അഭിനയ മികവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പ്രേക്ഷകരും പ്രമുഖരും ഒക്കെ എത്തുന്നത്. കാരണം ഇവർ മാത്രമല്ല സ്റ്റേറ്റ് അവാർഡിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. കാരണം ഈ വർഷത്തിൽ തന്നെ ഗംഭീര ചില കഥാപാത്രങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. അടുത്തത് എത്താൻ പോകുന്നത് ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ആടുജീവിതം എന്താണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. അതിൽ പൃഥ്വിരാജ് കൊടുത്തിരിക്കുന്നത് തന്റെ 100% എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. മോഹൻലാലിനെയും മമ്മൂട്ടിയും ചിലപ്പോൾ കടത്തിവെട്ടി ഗംഭീര അഭിനയം കാഴ്ചവെച്ചേക്കാം. സ്റ്റേറ്റ് അല്ല, നാഷണൽ അവാർഡ് വരെ എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു ബാധിക്കുമ്പോൾ പിന്നെ എത്താൻ പോകുന്നത് ജയസൂര്യയാണ്. കത്തനാർ എന്ന ചിത്രത്തിലൂടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം, തന്റെ കരിയറിലെ ഏറ്റവും ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ജയസൂര്യ ഒരുങ്ങിയിരിക്കുകയാണ്. അതിൽ ജയസൂര്യ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് യാതൊരു നിശ്ചയമില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതുകൊണ്ട് ഈ 4 പേരാണ് ഈ 2024 നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് അഭിനയത്തിലൂടെ തന്നെ. മോഹൻലാലും മമ്മൂട്ടിയും എത്തി, ഇനി പൃഥ്വിരാജും ജയസൂര്യയും എത്താനുണ്ട്. ഇവരൊക്കെ സ്റ്റേറ്റ് അവാർഡിൽ എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആരൊക്കെ ഇതിലും മികച്ച അവാർഡിലും അവാർഡ് വേദികളിലും ഒക്കെ എത്തും എന്നത് കണ്ടു തന്നെ അറിയാം. ഈ ഒരു അഭിനയ മുഹൂർത്തത്തെയും ഇവരുടെ കഥാപാത്രങ്ങളെയും കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് മോളിവുഡിലെ ഓരോ പ്രേക്ഷകനും. മോളിവുഡിൽ ഇത്തവണ ഗംഭീര പെർഫോമൻസുകളുടെ കാഴ്ചാകുരിന്നാണ് ഓരോ 9 താരങ്ങളും കാഴ്ചവെക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രത്തിലൂടെ ഞെട്ടിച്ചു കഴിഞ്ഞു. ഇനി പൃഥ്വിരാജും ജയസൂര്യയും എത്തണം. മോഹൻലാലും മമ്മൂട്ടിക്കും മുകളിൽ നിൽക്കുന്ന പ്രകടനം തന്നെയായിരിക്കും ബാക്കിയുള്ള താരങ്ങളിൽ നിന്നും എത്താൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലത്തെ സിനിമകളാണ് ഇനി മോളിവുഡിൽ എത്താൻ പോകുന്നതും. എന്തായാലും മത്സരം നമ്മുടെ സീനിയർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിനും ഒപ്പം തന്നെ ഇത്തവണ അങ്ങനെ ചില മത്സരങ്ങളും കാണാൻ കഴിയും എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം.